കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൈവവചന ചിന്തയിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയും വന്ദനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറയുക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക. But you remain standing now, that I may proclaim the word of God to you. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നാം ദൈവസന്നിധിയിൽ കാത്തു നിൽക്കണം. എപ്പോഴാണ് ശമൂവേൽ ശൗലിനോട് ഈ ദൂത് പറയുന്നത്? ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നു, പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ. As they were going down to the edge of the city. പട്ടണത്തിൻ്റെ അറ്റം, ജീവിതത്തിൻ്റെ ചില അറ്റങ്ങൾ, ജീവിതത്തിൻ്റെ ചില എഡ്ജുകൾ ദൈവിക വാഗ്ദത്തങ്ങളുടെ തുടക്കമായി മാറാനായിട്ട് പോകുകയാണ്. ഇസ്രായേൽ ജനവുമായി മോശ ചെങ്കടലിൻ്റെ തീരത്തെത്തി നിൽക്കുമ്പോൾ, ചെങ്കടലിൻ്റെ പൊടിമണ്ണിൽ ചവിട്ടി നിൽക്കുന്ന മോശ ഒരു കാര്യം ദൈവസന്നിധിയിൽ ഉറപ്പായും തിരിച്ചറിയുന്നുണ്ട്. ദൈവം ഈ ചെങ്കടലിൻ്റെ തീരത്തെ ദൈവപ്രവൃത്തിയുടെ ആരംഭമാക്കി മാറ്റാനായിട്ട് പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളൊരു പക്ഷേ ജീവിതയാത്രകളിൽ ചില എഡ്ജുകളായിരിക്കാം നിൽക്കുന്നത്. ഒരുപക്ഷെ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഭാവി സംബന്ധമായ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ, ശുശ്രൂഷ സംബന്ധമായ വിഷയങ്ങളിൽ ആഗ്രഹങ്ങളുടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ, ജീവിതത്തിൻ്റെ ചില എഡ്ജുകളിൽ നിന്ന് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം കയറ്റാനായിട്ട് പോകുകയാണ്. ഈ 2025 ആണ്ടിൻ്റെ ആരംഭ നാളുകളിൽ ചില വാഗ്ദത്തങ്ങളുടെ തീരത്തെത്തി നിൽക്കുന്ന ദൈവ പൈതലെ, മുമ്പോട്ട് എങ്ങനെയാണ്, അടുത്ത വഴി എന്താണ്, ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നറിയാതെ ആശങ്കയോടെ നിൽക്കുന്നെങ്കിൽ എഡ്ജുകൾ വാഗ്ദത്തങ്ങളുടെ പ്രവർത്തികളുടേതായ തുടക്കങ്ങളായി മാറാനായിട്ട് പോകുകയാണ്. തീർന്നുവെന്ന് തോന്നുന്നിടത്ത് നിന്ന് ദൈവം തൻ്റെ പുതിയ പ്രവൃത്തികളെ പകരാനായിട്ട് പോവുകയാണ്. ചിലർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, ഇനിയും എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല. ജീവിതയാത്രകളിൽ പ്രതിസന്ധികൾ നേരിട്ടിരിക്കുന്നു. ഈ ചെങ്കലിൻ്റെ തീരത്ത് നിന്ന് എനിക്ക് മുമ്പോട്ടൊരു യാത്രയുണ്ടോ? ഈ യോർദാൻ്റെ തീരത്ത് നിന്ന് എനിക്ക് മുമ്പോട്ടൊരു യാത്രയുണ്ടോ? ജീവിതത്തിൻ്റെ ഏത് എഡ്ജുകളുമാകട്ടെ, എഡ്ജുകളിൽ നിന്ന് ഒരു ദൈവപ്രവൃത്തി കർത്താവ് പോകാനായിട്ട് പോവുകയാണ്. ശമൂവേലിൻ്റെ കൂടെ നടക്കുന്നതായ ശൗല് ചില ദിവസങ്ങളായി ശമൂവേലിൻ്റെ കൂടെ നടക്കുകയാണ്. ഇതാ ശമൂവേലിൻ്റെ കൂടെ താൻ നടക്കുമ്പോൾ തനിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്, അവിടെ സന്തോഷമുണ്ട്. പക്ഷെ ഇതാ ശമൂവേലിൽ നിന്ന് താൻ മറ്റൊരു ദിക്കിലേക്ക് യാത്ര ചെയ്യാൻ പോകുക. ഈ പട്ടണത്തിൽ നിന്ന്, ഈ പട്ടണത്തിൻ്റെ അറ്റത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് താൻ പോകുന്നു എന്ന് തൻ്റെ ഹൃദയത്തിൽ ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് രാജ്യത്തിൻ്റെതായ അധികാരം നിന്റെ മേൽ പകരാനായിട്ടുണ്ട്. ഇതാ വചനം പറയുന്നൊരു കാര്യമാണ്. 10-ാം അധ്യായം 1-ാം വാക്യം, 1 ശമൂവേലിൻ്റെ 10-ന്റെ 1 പറയുന്നു, അവർ നിൽക്കുമ്പോൾ ശമൂവേൽ ശൗലിൻ്റെ മേൽ തൻ്റെ കയ്യിലെ തൈലപാത്രമെടുത്ത് അവൻ്റെ തലമേൽ അഭിഷേകം പകർന്ന് രാജ്യത്തിൻ്റെതായ രാജാവായി നിയമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില ശ്രേഷ്ഠകരമേറിയ പദ്ധതികൾ, കഴുതയെ അന്വേഷിച്ച് വന്നവൻ പട്ടണത്തിൻ്റെ അറ്റത്ത് വെച്ച് അഭിഷേക തൈലത്താൽ നിറയപ്പെട്ടവനായി മാറിയെങ്കിൽ, ചില എഡ്ജുകൾ, ചില അറ്റങ്ങൾ ദൈവിക അഭിഷേകത്തിൻ്റെ, ദൈവിക പദ്ധതികളെ, ദൈവരാജ്യം സംബന്ധമായ വിഷയങ്ങളുടെ മഹത്വകരമേറിയതായ തലത്തിലേക്ക് ചിലരെ ദൈവം നയിക്കാനായിട്ട് പോകുകയാണ്. ഇന്ന് ഈ നിമിഷങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന ദൈവം നിങ്ങളെ അറിയിക്കാനായിട്ട് പോകുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് പോകുകയാണ്. എല്ലാം തീർന്നു എന്ന് തോന്നുന്നിടത്ത് തീർന്നിട്ടില്ല. ദൈവം ചില പുതിയ പ്രവൃത്തികളെ ചെയ്യുന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയേ വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ചിലരുടെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുക, വ്യക്തിപരമായ ആലോചന വിളിച്ച് പറയുക. ദൈവാത്മാവ് ഇന്ന് ഈ സമയത്ത് ചിലരെ തൊടുകയാണ്. അത്ഭുതങ്ങൾ ദൈവം ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ദൈവം ചിലരുടെ ജീവിതത്തിന്മേൽ പകരുന്നു. ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളുടേതായ വഴികളുടെ, മുന്നേറ്റങ്ങളുടെ അനുഭവങ്ങളെ ക്രിസ്തുയേശുവിൽ പ്രാപിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.